ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് മൗണ്ട് ബാറ്റനാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്തത്. അന്ന് സ്വാതന്ത്ര്യം കിട്ടാൻ നേരത്ത് പറഞ്ഞു ആഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാം എന്നുള്ളതാണ് ഇംഗ്ലണ്ട് അവർ കണക്ക് കൂട്ടിയത്. അവർ ആദ്യം പ്രഖ്യാപനം നടത്തിയത്. വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പൂജാരി വൃന്ദങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് നോക്കിയപ്പോൾ എന്താ ഈ ആഗസ്റ്റ് 15 അതൊരു വെള്ളിയാഴ്ച ആണ് അന്ന്. അതൊരു പ്രശ്നം. വെള്ളിയാഴ്ച ആകുമ്പോൾ ഒരു പ്രത്യേക മതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച. മുസ്ലിങ്ങളുടെ ജുമാ ദിവസമാണ് വെള്ളിയാഴ്ച. അതാണ് പ്രശ്നം. അങ്ങനെ വെള്ളിയാഴ്ച അത് കൊടുക്കാൻ പറ്റത്തില്ലെന്നായി. മുസ്ലിങ്ങൾ ഒരുപാട് വേർപ്പൊഴുകുകയും രക്തച്ചൊരിച്ചിൽ നടത്തിയും ഒക്കെയാണ് അവരുടെ ജീവൻ പൊലിഞ്ഞും അവർ ജീവത്യാഗമൊക്കെ ചെയ്താണ് ഈ സ്വാതന്ത്ര്യം വാങ്ങുന്നത്. പക്ഷേ ഇത് ആഗസ്റ്റ് 15-ാം തീയതി വെള്ളിയാഴ്ച ആയതുകൊണ്ട് അന്ന് വേണ്ട, എത്ര നാൾ കഴിഞ്ഞായാലും മതി എന്നായി. അപ്പം അതിന് നൊന്തതാ ഈ പറയുന്നവർക്കന്മാർക്കൊന്നും അല്ല നൊന്തത് ഗാന്ധിജിയൊക്കെയാണ്. ഗാന്ധിജിയൊക്കെ കൂടെ അത്രയും കഷ്ടപ്പെട്ടാണ് ഈ സ്വാതന്ത്ര്യം വാങ്ങിയെടുക്കുന്നത്. അപ്പം ഗാന്ധിജി പറഞ്ഞു എത്ര നാൾ കഴിഞ്ഞാലും ഒന്നും ഒക്കത്തില്ല, എത്ര മുമ്പേ ആയാലും കുഴപ്പമില്ല, ഏത് ദിവസമായാലും പ്രശ്നമില്ലെന്നായി. അപ്പോൾ അവസാനത്തെ ഒരു കാര്യം ആഗസ്റ്റ് 14-ാം തീയതി അർദ്ധരാത്രി മതി എന്ന് തീരുമാനിച്ചു. ഈ വിഡ്ഢികളല്ലേ അവന്മാരെ ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ. അർദ്ധരാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ആയിരുന്നേ? ഈ ആഗസ്റ്റ് അപ്പൊ ഇന്നും സ്വാതന്ത്ര്യ ദിനത്തിന് ഒഴിവുള്ള ദിവസം എന്നാ? ആഗസ്റ്റ് 15-ആണ്. എന്തായാലും 14-ാം തീയതി അർദ്ധരാത്രി കൊടുക്കുമ്പോൾ ഈ 14-ാം തീയതി ഒഴിവ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അത് 14-ാം തീയതി അല്ല, അർദ്ധരാത്രി എന്ന് പറയുന്നതിന് തുടങ്ങുന്നത് പിറ്റേ ദിവസമാണ്. അത് അവന്മാർക്ക് മനസ്സിലായില്ല. അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതങ്ങ് സംഭവിച്ചു. അന്ന് മൗണ്ട് ബാറ്റൻ പറഞ്ഞതാണ്, ഇത്രത്തോളം അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും വെച്ചു പുലർത്തുന്നിടത്തോളം കാലം ഈ സമൂഹം, ഇന്ത്യയിൽ ഈ സമൂഹം രക്ഷപ്പെടത്തില്ല എന്ന് മൗണ്ട് ബാറ്റൺ അന്ന് പറഞ്ഞ കാര്യമാണ്. അതിനുശേഷം എത്രയോ കാലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ നമ്മൾ കാണുന്ന എന്താണ്? നമ്മൾ പ്രശംസിച്ച് പറയുന്ന നമ്മുടെ സാക്ഷര കേരളത്തിൽ തന്നെ നടക്കുന്ന കുരുതികളൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. മനുഷ്യ കുരുതി നമ്മൾ കണ്ടതാണ്. ഒരു വൃത്തികെട്ടവൻ, അതായത് ഒരു ഹാർഡ് കോർ ക്രിമിനൽ, അവൻ രണ്ടുപേരെ സ്വാധീനിച്ചിട്ട്, ഒരു ഡോക്ടറാണ്, അയാളെ സ്വാധീനിച്ച് അയാൾ ഈ അവിടെ ഒരു വൈദ്യശാല അതുപോലുള്ള ഏതാണ്ട് ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. അയാളെ സമീപിച്ച് അയാളെ വശീകരിച്ചെടുത്തു, അയാളുടെ ഭാര്യയെ വശീകരിച്ചെടുത്തു. ഇവൻ എല്ലാ വിധത്തിലും വൃത്തികെട്ടവനാണ്. ലൈംഗികമായ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്, ശേഷങ്ങളൊക്കെ ഉള്ളവനാണ്. അങ്ങനെയുള്ള ഒരുത്തൻ വായി നോക്കി കിടക്കുന്ന ഒരുത്തൻ പോയി ഇതുപോലെ പറഞ്ഞു കൊടുത്തു. അവൻ പണവും വാങ്ങി ഇവരുടെ നിന്നൊക്കെ ആയിരക്കണക്കിന് രൂപയും 10,000-കണക്കിന് രൂപ എല്ലാം വാങ്ങിയെടുത്തതിന് ശേഷം അവരെ ഉപയോഗിച്ചിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു, അവിടെ നിധിയുണ്ട്, നിധി വേണമെന്നുണ്ടെങ്കിൽ നിധി തിരഞ്ഞെടുക്കാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, മനുഷ്യക്കുരുതി നടത്തിയാലേ ഒക്കൂ. അപ്പോൾ കുരുതിക്ക് ആളിനെ അന്വേഷിച്ചു. എളുപ്പമുള്ള ഒരു കാര്യമല്ല കിട്ടാൻ. അപ്പോൾ സംഭവിച്ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ തന്നെ പറഞ്ഞു അവൻ ആളിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇവൻ തന്നെ പോയി ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് വരികയാണ്. അവരെ വിളിച്ചുകൊണ്ട് വന്ന് ജീവനോടെ അവരെ കെട്ടിയിട്ടിട്ടുണ്ടല്ലോ, അവരെ വായൊക്കെ അടച്ചിട്ട് അതിനകത്ത് ടേപ്പും ഒക്കെ ഒട്ടിച്ചതിന് ശേഷം അവർ ജീവനോടെ അവരുടെ ഫ്ലഷ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്, മാംസം ശരീരത്തിൽ നിന്ന്. എന്നിട്ടത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് ഇവരെ കൊണ്ടത് പാചകം ചെയ്ത് അവൻ കഴിപ്പിച്ചു. അവൻ ചിരിക്കുന്നു പറഞ്ഞിട്ട് ഇവർ കഴിച്ചെന്നും പറഞ്ഞ്. അങ്ങനെയുള്ള ഒരു തെണ്ടിയാണ് ഇത് ചെയ്തേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ, ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ്. ഇതൊക്കെ ചെയ്യാൻ, ഈ മാംസം കഴിക്കാൻ നരഭോജികളെന്ന് പറയുന്ന ആളുകൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അത് നമുക്ക് നേരിട്ട് ഇപ്പോൾ കാണാൻ പറ്റുന്ന ആളുകൾ ഇവരൊക്കെ തന്നെയാണ്. ഇവർ നരഭോജികളായിട്ട് അവൻ മാറ്റിയില്ലേ, അതിന് പോലും അവർ തയ്യാറാണ്. കാരണം ഇത് തിന്നാലേ ശരിയാവത്തുള്ളെന്ന്. ഇവൻ തിന്നില്ല, അവരെ കൊണ്ട് കഴിപ്പിച്ചു. അവൻ കഴിച്ചിട്ട് ആ സ്ത്രീ ഛർദ്ദിക്കുക ഏതാണ്ടൊക്കെ ചെയ്തു. ഇത് കഴിച്ചിട്ട് എന്തായാലും മനുഷ്യമാംസം അല്ലേ. ഇത് അങ്ങനെയുള്ള രണ്ടുപേരെ, അതായത് ആരും ചോദിക്കാനും പറയാനില്ലാത്ത ആളുകളെ ഇവൻ കണ്ടുപിടിച്ച് ഒരെണ്ണത്തിനെ അങ്ങനെ ചെയ്തു. പിന്നെ ലോട്ടറി ടിക്കറ്റ് കണ്ട് വിറ്റുകൊണ്ട് നടന്ന ഒരു പാവം പിടിച്ച സ്ത്രീയെ അവരെ അടുത്ത് സിനിമയിൽ അഭിനയിപ്പിക്കാമെന്നും പറഞ്ഞാണ് വിളിച്ചുകൊണ്ടിരുന്ന. എക്സ്ട്രാ നടിയായിട്ട് സിനിമയിൽ അഭിനയിപ്പിക്കാം, അതിന് കുറേയൊക്കെ വേണം, അതിന് ഈ തുണിയില്ലാതൊക്കെ അഭിനയിക്കേണ്ടതായിട്ട് വരും എന്നൊക്കെ പറഞ്ഞ് ഈ വസ്ത്രം മാറ്റി അങ്ങനെയാണ് ഇവരെ പിടിച്ച് കിടത്തി കെട്ടിയിടുന്നത് ശരീരത്ത്. അതൊക്കെ അവരെ അഭിനയിക്കാന്ന് ആദ്യം വിചാരിക്കുന്നത്. പിന്നെ ആ കാര്യം മനസ്സിലാവുന്നത് കൊല്ലുക എന്നുള്ളത്. അപ്പോഴത്തേക്ക് അതിൻ്റെ സമയം കഴിഞ്ഞു പോയി. അങ്ങനെ പച്ചയ്ക്ക് അവരെ കൊല്ലുകയാണ്. അതും എന്ത് ക്രൂരമായ രീതിയിലാണെന്നറിയോ? ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ള ഈ പ്രതികളാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത്, ഏത് വിധത്തിലും ഈ വൃത്തികെട്ടവന്മാർക്ക് ഇവരെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെയുള്ളവന്മാർ ഒരുപാട് സമൂഹത്തിലുണ്ട്. അവരുടെ വാഗ്ധോരണിയിൽ ആരെയും അങ്ങ് വീഴ്ത്തെന്ന് പറഞ്ഞാൽ ഇവർ വലിയ കാര്യങ്ങളങ്ങ് നടന്നെന്നിരിക്കും. അത് ഈ ആളുകൾക്ക് ഈ പണത്തോടുള്ള ആർത്തി വരുന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് അങ്ങ് പോവുകയും ചെയ്യും.
അപ്പം ഇതല്ലാതെ കുറേ ഭ്രാന്ത് പിടിച്ച കുറേ എണ്ണമുണ്ട്. അതാണ് ഈ ബ്ലാക്ക് മാജിക്കും ഈ ചാത്തൻ സേവയും അതുപോലെ തന്നെ ഇതേപോലെ അതീന്ദ്രിയ ശക്തികളെ ആവാഹിക്കുക, സാത്താൻ സേവ നടത്തുക എന്നൊക്കെ പറഞ്ഞ് പോകുന്നത് അങ്ങനെയുള്ള ആളുകളാണ്. അവര് ഇതിപ്പോൾ ഇവര് ഇന്റർനെറ്റിലൂടെ ഇഷ്ടം പോലെ ഇതിനെക്കുറിച്ച് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്റർനെറ്റിലുള്ള വിവരങ്ങളെല്ലാം ശരിയാണോ? ഒരിക്കലും ശരിയല്ല. അതാദ്യം നമുക്ക് മനസ്സിലാക്കണം. അതായത് നമ്മളെ എന്താ പറയുക, ഇപ്പൊ വിക്കിപീഡിയ വാട്ട് ഈസ് വിക്കിപീഡിയ ആളുകൾക്ക് അറിയത്തില്ല. വിക്കിപീഡിയ എന്ന് പറയുന്നത് വളരെ ലോക പ്രശസ്തമായ ഇപ്പോൾ ഉള്ള ഒരു യഥാർത്ഥത്തിൽ ഒരു വലിയ ഡിക്ഷണറി നമുക്ക് പറയാം. അതാണ്, എല്ലാ കാര്യങ്ങളും അതിനകത്ത് അടങ്ങും. ഇതാർക്കും കയറി എഡിറ്റ് ചെയ്യാം. അതാരും മനസ്സിലാക്കുന്നില്ല. വിക്കിപീഡിയയിൽ നിന്ന് ഒരു ലേഖനം എടുക്കുക, അത് എഡിറ്റ് ചെയ്ത് വീണ്ടും തിരിച്ചു വിട്ട് വിക്കിപീഡിയയിൽ തന്നെ ആക്കാം. അപ്പോൾ വിക്കിപീഡിയ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ കറക്റ്റ് ആണോ? ഒരിക്കലും കറക്റ്റ് അല്ല. പലപ്പോഴും അത് തെറ്റാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞും കിട്ടും, മനസ്സിലാക്കാനും പറ്റും. പക്ഷെ മിക്കപ്പോഴും ഈ പറയുന്ന ഇതിൻ്റെ വിവരങ്ങൾ പലതും തെറ്റായിരിക്കും. അങ്ങനെ ഉണ്ട് സംഭവം. വിക്കിപീഡിയ എന്ന് പറയുന്ന പോലെ നെറ്റിലുള്ള കാര്യങ്ങളൊക്കെ ശരിയാണെന്നൊരു ധാരണ ആളുകൾക്കുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് കയറുന്നുണ്ടെ ഇത് കാണിക്കും ബ്ലാക്ക് മാജിക്ക്. മറ്റിടത്ത് ഇംഗ്ലണ്ടിൽ മറ്റേതുപോലെ നടന്നു. അവിടെ 3 പ്രേതങ്ങളെ കണ്ടു. 3 പ്രേതങ്ങൾ ഇങ്ങോട്ട് ഒന്നിച്ചു വന്നു. ഇയാളെ വന്ന് കെട്ടിപ്പിടിച്ചു. ഇയാൾക്കൊന്നും സംഭവിച്ചില്ല. ഇയാളെ എടുത്ത് പൊക്കി ആകാശത്തോട്ട് എറിഞ്ഞു. അയാളെ തിരിച്ച് പുഷ്പം പോലെ താഴെ വന്നപ്പോൾ അയാളെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതി വരും. ഇത് മുഴുവൻ കള്ളത്തരം കഥകൾ, ഓരോരുത്തന്മാരുടെ ഭാവനാവിലാസമാണ് ഈ എഴുതി വെക്കുന്ന മുഴുവൻ. അതൊന്നും മനസ്സിലാക്കണം. ഇങ്ങനെ ഈ അതീന്ദ്രിയ ശക്തികൾ ഇത് എന്നൊക്കെ പറഞ്ഞുള്ള ശക്തികളൊക്കെ ഉണ്ടെന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ ഇതങ്ങോട്ട് പോകും. ഇത് നടത്തി, ഇത് പഠിച്ച് തല തിരിഞ്ഞു പോയ 2 പേര്. ഒരു ചെറുപ്പക്കാരി, ആ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ആര്യ നായർ എന്ന് പറയുന്നത്, അതിന് ഏതാണ്ടോ 10-26 വയസ്സേ ഉള്ളൂ. അതൊരു സ്കൂൾ ടീച്ചറാണ്. ഇത് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാത്ത എത്രയോ നല്ലതാണ്.